ഇന്നൊരു മോമോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പിട്ടെടുത്തു. പിന്നെ ആവശ്യത്തിനായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കണ ആ പരുവത്തിലാണ് ഇതൊന്ന് കുഴച്ചെടുക്കണത്. അപ്പോൾ നമ്മളിവിടെ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ച് നേരം വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ട് കണ്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ അരച്ചെടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് സവാള വേണം. അപ്പോൾ ഞാൻ ഒരു സവാളയും ഒരു സവാളിൻ്റെ മുറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സവാള അവിടെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയത് ചപ്പും പുതിനയാണ്. അപ്പോൾ കുറച്ച് ചപ്പ് എടുത്തുകൊണ്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചപ്പ് അവിടെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മളെ സവാളയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ സവാളയ്ക്ക് ഇപ്പോൾ ചപ്പും സവാള ഇട്ടെടുത്തു. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചിക്കനും അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ പച്ചമുളക് ഇട്ടിട്ട് അതിന് പകരമാണ് കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ഒരു ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനത് ഉപ്പും കുരുമുളകും നമ്മൾ സോയാ സോസും എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിൽ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ നമ്മളെ മാവ് കൂട്ടി വെച്ചിരുന്നത് അതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അത് പരത്തിയെടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ ഇതായിട്ടാണ് അത് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ആ പരത്തി എടുത്തതിന് ശേഷം വല്ല മൂടി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് പാകത്തിനാക്കി അതിന്മേൽ എടുക്കുക. എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് പരത്തി എടുത്തുകൊണ്ടാണ് ഞാനത് ചെയ്തത്. എന്നിട്ട് ഇതേപോലെ ഷേപ്പാക്കി വെക്കാം. പല ഷേപ്പുകളിലും ചെയ്യാം. അപ്പം ഞാനിത് അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാതും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാനിത് ഇഡ്ഡലിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് ആവി ഒളിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം വെച്ചു, അതിൻ്റെ മേലെ ഇഡ്ഡലിൻ്റെ ഇത് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് എല്ലാ സൈഡിലും എണ്ണ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമ്മൾ മോമോസ് അതിൽ വെച്ചുകൊണ്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ നമ്മളെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.